കോഴിക്കോട് തീപിടുത്തത്തിൽ വിദഗ്ധ സംഘത്തിന്റെ സംയുക്ത പരിശോധന പുരോഗമിക്കുന്നു. പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് വൈകാതെ സമർപ്പിക്കും. തീപിടിച്ചതിൽ ദുരൂഹതയില്ലെന്നും കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നുമാണ് പ്രാഥമിക നിഗമനം. അതേസമയം കോഴിക്കോട്ടുണ്ടാകുന്ന തീപിടുത്തങ്ങളിൽ വസ്തുതകൾ പുറത്തുവരണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടു. AK അഭിലാഷ് നമുക്കൊപ്പം. AK അഭിലാഷ്, കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലുണ്ടായ തീപിടുത്തത്തിൽ പ്രാഥമിക റിപ്പോർട്ട് ആവുകയാണ്. ദുരൂഹതയില്ല എന്ന് കണ്ടെത്തുമ്പോഴും എന്താണ് അവിടെ സംഭവിച്ചത്? അതിലെ വസ്തുതകൾ പുറത്തുവരണമെന്ന ആവശ്യം അവിടെ ഉയരുകയില്ലേ? വിദഗ്ധ സംഘത്തിന്റെ സംയുക്ത പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഫയർഫോഴ്സിന്റെ പരിശോധന ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫോറൻസിക് വിഭാഗത്തിന്റെയും ഡോസ്കോഡിന്റെയും അടക്കം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സിന്റെ അടക്കമുള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുകയാണ്. ഏതാണ്ട് ഒരു 4 മണിവരെ ഇത്തരത്തിൽ പരിശോധന തുടരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ തന്നെ നൽകുമെന്നുള്ള കാര്യം കൂടി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കെട്ടിടത്തിനകത്ത് ഏതെങ്കിലും സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഫയർഫോഴ്സ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ NOCയും ഈ കെട്ടിടത്തിന് നൽകിയിരുന്നില്ല എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ കെട്ടിടത്തിനകത്ത് സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാതെയാണ് പ്രവർത്തിച്ചതെന്ന് കൂടി വ്യക്തമാവുകയാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സിന്റെ അന്വേഷണത്തിലൂടെ വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഇതിലേതെങ്കിലും തരത്തിൽ ദുരൂഹതയില്ല എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട്. പക്ഷേ 2 സ്ഥലങ്ങളായി കെട്ടിടത്തിന്റെ 1ാം നിലയിലും 2ാം നിലയിലും 2 സ്ഥലങ്ങളിലായിട്ടാണ് തങ്ങൾ ഇവിടെ വരുമ്പോൾ തീപിടുത്തം കണ്ടത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഏതായാലും കെട്ടിടത്തിന്റെ അകത്ത് അനധികൃത നിർമ്മാണം നടന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണ്. മറ്റൊന്ന്, ഇത് സംബന്ധിച്ച് നിരവധി സാധനങ്ങൾ ഈ കെട്ടിടത്തിന്റെ പുറംഭാഗത്തെ, അതായത് നേരത്തെ പാസേജായി കണ്ടിരുന്ന ആ ഭാഗത്തൊക്കെ നിർത്തിയിരുന്നത് വലിയ തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ട് തന്നെയാണ് തീ അണയ്ക്കാൻ കഴിയാതെ പോയത് എന്നുള്ള കാര്യം കൂടി അവർ പറയുകയും ചെയ്യുകയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ദുരൂഹതയില്ല എന്ന് പറയുമ്പോൾ പോലും ഇതിൽ വ്യക്തമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം കോഴിക്കോട് നിരവധിയായ ഇത്തരത്തിലുള്ള തീപിടുത്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതായത് നേരത്തെ മെഡിക്കൽ കോളേജിലും ഇതിന് സമാനമായ തീപിടുത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടക്കണമെന്നുള്ള ആവശ്യം അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഏതായാലും മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ ഇവിടെ വരികയും അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകളും ഇവിടെ വരികയും സംഗതികൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ വലിയ തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചു എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം. സുജയ. AK അഭിലാഷാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.